തിരുവല്ല കുറ്റൂർ മാമൂട്ടിൽപ്പടി ഏറ്റുകടവ് റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ജനകീയ റോഡ് സംരക്ഷണ സമിതി തിരുവോണ ദിവസം പൊയ്പാട്ടിൽപ്പടിയിൽ റോഡിൽ വള്ളമിറക്കി ജലോത്സവം നടത്തി. 15 വർഷക്കാലമായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവോണ ദിവസം റോഡിൽ വള്ളമിറക്കി ജലോത്സവം നടത്തി നാട്ടുകാർ പ്രതിഷേധിച്ചു. തിരുവല്ല കുറ്റൂർ മാമൂട്ടിൽപ്പടി ഏറ്റുകടവ് റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ റോഡ് സംരക്ഷണ സമിതി തിരുവോണ ദിവസം രാവിലെ 10 മണിക്ക് പൊയ്പാട്ടിൽപ്പടിയിൽ റോഡിൽ വള്ളമിറക്കി ജലോത്സവം നടത്തി പ്രതിഷേധിച്ചത്. പതിനഞ്ച് വർഷക്കാലമായി കുണ്ടും വാരിക്കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡ് നാട്ടുകാർ പല പ്രാവശ്യവും ഒപ്പുശേഖരണവും പ്രതിഷേധയോഗവും ചേർന്നിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നടന്നു പോകാൻ പോലും പറ്റാത്ത ഈ റോഡിന്മേൽ അടിയന്തരമായിട്ട് നടപടിയെടുക്കുന്നതിന് വേണ്ടി അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ സമരപരിപാടികൾ വീണ്ടും മുന്നോട്ട് നീങ്ങും. വഴിതടയൽ, പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നതാണ്. 2024 സെപ്റ്റംബറിൽ ഓണക്കാലത്ത് റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്ന 200ഓളം വീട്ടുകാർ ചേർന്ന് ഫണ്ട് ശേഖരണത്തിലൂടെ 2 ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചിരുന്നു. ഇതിനായി 12 ലോഡ് പാറമട മണ്ണിട്ട് മണ്ണുമാന്ത്രി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി 12 ലോഡ് പാറമട മണ്ണിട്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിരപ്പാക്കുകയും ചെയ്തു. എന്നാൽ പണത്തിന്റെ കുറവുള്ളതിനാൽ ടാറിംഗ് നടത്താൻ സാധിച്ചില്ല. കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 13, 14 വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആറാട്ടുകടവ് വട്ടവാങ്ങട്ടിൽപ്പടി റോഡിൽ പുളിമൂട്ടിൽ പാലം അപകടത്തിൽ എന്നൊരു ബോർഡ് ഗ്രാമപഞ്ചായത്ത് പ്രദർശിപ്പിച്ചപ്പോൾ ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിച്ചതോടെയാണ് റോഡ് വീണ്ടും വാരിക്കുഴിയും വെള്ളക്കെട്ടുമായി മാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനിടയിലാണ് തിരുവൻപണ്ടൂർ നന്നാട് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ വഴിയാണ് കൊണ്ടുപോയത്. ഇതോടെ റോഡ് തീരെ സഞ്ചരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾ, അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾ, ഓതറ, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നീ സ്കൂളുകളിലൊക്കെയും പഠിക്കുന്ന കുട്ടികൾ പലരും ഇതുവഴി യാത്ര ചെയ്യുന്നു. നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. സ്ത്രീകളൊക്കെയും വളരെ ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒക്കത്ത് വെച്ചുകൊണ്ടൊക്കെ നനയാതെ വീഴാതെയൊക്കെ പോയി പറ്റുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ദയവായിട്ട് അധികാരികൾ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ കൊടുത്ത് ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ MLA ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും ഈ റോഡ് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധത്തോടുകൂടി അറിയിക്കുന്നു. ഇത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നതെങ്കിലും ശരിക്കും ജനാധിപത്യത്തിന്റെ അർത്ഥം ജനങ്ങളുടെ ആധിപത്യമാണ്. ഒരു സമരം തുടങ്ങി നമ്മുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നേതാക്കളിൽ അത് MLA ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് മെമ്പറായാലും അവരെ കൊണ്ട് ഈ കാര്യം നടത്തിയെടുക്കാനുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ സഹിച്ചു നിന്ന ഈ 2 വാർഡിലെ നിവാസികൾക്ക് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിലും ഇതൊരു തുടക്കം മാത്രമാണ്. CDNet ന്യൂസ്, മാവേലിക്കര.